ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ബൈബിളിൻ്റെ ചരിത്രമാകുന്നു ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതിശയത്തോടുകൂടി മാത്രമേ ബൈബിളിൻ്റെ ചരിത്രം പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് അദൃശ്യനായ ദൈവത്തിൻ്റെ കരം ഈ പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ദർശിക്കുവാൻ സാധിക്കും. ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങൾ കാണുന്നതിന് മുമ്പ് ബൈബിൾ എന്ന അത്ഭുതം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ബൈബിളിനെ കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ബൈബിൾ ഏത് വിധത്തിലാണ് അതുല്യമായിരിക്കുന്നത്? ഇതുവരെ പറഞ്ഞത് ബൈബിളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പല വിധത്തിലും ബൈബിൾ അസാധാരണമായ ഒരു പുസ്തകം തന്നെയാണ്. ഉദാഹരണത്തിന് ഇതിന് ഇരട്ട ഗ്രന്ഥ കർത്തൃത്വമുണ്ട്. അതായത് വിശുദ്ധ ബൈബിളിൻ്റെ ഗ്രന്ഥകാരൻ ദൈവമാണ്, അതേസമയം വേറൊരർത്ഥത്തിൽ മനുഷ്യനാകുന്നു ബൈബിളിൻ്റെ ഗ്രന്ഥകാരൻ. വാസ്തവത്തിൽ ബൈബിൾ 40-ൽ പരം ഗ്രന്ഥകാരന്മാരാൽ 1500ഓളം വർഷം കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇവരിൽ ചിലർ ഇതിലെ തന്നെ മറ്റ് ചില എഴുത്തുകാരെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ 40 പേരുടെയും എഴുത്തുകളിൽ യാതൊരുവിധ വിപരീതത്വവും നമുക്ക് എവിടെയും കാണുവാൻ സാധ്യമല്ല. ഒരാൾ പറയുന്നതിന് വിപരീതമായി വേറൊരാൾ സംസാരിക്കുന്നതേ ഇല്ല എന്ന് ചുരുക്കം. 2-3 പേർ ഒന്നിച്ചായിരുന്നു എന്ന് പറയാം. എന്നാലും മറ്റുള്ളവർ അന്യോന്യം അറിഞ്ഞിരുന്നു പോലുമില്ല. എന്നിരുന്നിട്ടും ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് ആശ്ചര്യജനകമായ തുടർമാനം അനുഭവമാകുന്ന ഒരു പുസ്തകമാണ് ഈ എഴുത്തുകാർ നമുക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് യാതൊരു തെറ്റുമില്ലാത്തതും കൂടിയാകുന്നു. വിശുദ്ധ ബൈബിൾ അപ്രമാദിത്വം അത്രേ, ഇൻഫാലിബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, തെറ്റില്ലാത്തതാണ്. ഓരോ ഗ്രന്ഥകാരനും തൻ്റെ സ്വന്തം തലമുറയിൽ തൻ്റെ സ്വന്തം ഭാവങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഓരോരുത്തർക്കും തങ്ങളുടേതായ പരിമിതികൾ ഉണ്ടായിരുന്നു. അവർ സ്വന്തം ജീവിതത്തിൽ തെറ്റുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പാവം മോശ തെറ്റ് ചെയ്തില്ലേ? എന്നാൽ അവൻ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ഒരു വിധേനയും അതിൽ തെറ്റുകളൊന്നും വന്നില്ല. ഒരു കാര്യം നാം ഗ്രഹിക്കണം, ഇത് മാനുഷികമായൊരു പുസ്തകമാണെങ്കിൽ തന്നെ ഇത് ദൈവികമായൊരു പുസ്തകം കൂടിയാകുന്നു. ഇത് സാധാരണ മാനുഷികമായ പുസ്തകമാണ്. ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഡോക്ടർമാർ, കൃഷിക്കാർ, മീൻപിടുത്തക്കാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൃദ്ധന്മാർ, യുവാക്കന്മാർ, ധനികർ, ദരിദ്രർ, സമ്പന്നർ, വിദ്യാവിഹീനർ എന്നിവരെല്ലാം ഇതിലെ ഗ്രന്ഥകർത്താക്കന്മാരായി തീർന്നിട്ടുണ്ട്. ഡോക്ടർ ലൂക്കോസ് എഴുതിയത് ഉയർന്ന ഗ്രീക്ക് ഭാഷയിലായിരുന്നു. മുക്കുവനായിരുന്ന ശിമോൻ പത്രോസ് ഗ്രീക്കിലാണ് തൻ്റെ ലേഖനങ്ങൾ എഴുതിയത്. ഒട്ടും തന്നെ പ്രശംസനീയമല്ലാത്ത ഭാഷ. എന്നാൽ പരിശുദ്ധാത്മാവാം ദൈവം ഈ 2 മനുഷ്യരെയും ഉപയോഗിച്ചു. ഈ മനുഷ്യരുടെ ചിന്തകളും ഭാവങ്ങളും അവർ ആഗ്രഹിച്ച പ്രകാരം തന്നെ അവതരിപ്പിക്കുവാനും അതേസമയം തന്നെ അതേ മാർഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് മാനുഷികമായി എല്ലാ പരിമിതികളെയും അതിജീവിച്ചു ദൈവത്തിന് പറയുവാനുണ്ടായിരുന്ന കാര്യം അതുപോലെ തന്നെ പറഞ്ഞു. അതാണ് ഈ പുസ്തകത്തിൻ്റെ അത്ഭുതം. ഇതൊരു ദൈവീക പുസ്തകമാണ്, അഥവാ ദൈവത്തിൻ്റെ വചനമാകുന്നു. യഹോവ അരുളി ചെയ്യുന്നു, ദൈവം കൽപ്പിക്കുന്നു എന്നിത്യാദിയുള്ള പ്രയോഗങ്ങൾ കുറഞ്ഞത് 2500 പ്രാവശ്യം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ദൈവം പറഞ്ഞ പുസ്തകമെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിലൂടെ താൻ സംസാരിക്കുന്നു എന്ന് ദൈവം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ജീവൻ പകർന്നു തരുവാൻ ശക്തമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതുമൂലം നമുക്ക് ദൈവമക്കളാകുവാൻ സാധിക്കും. പത്രോസ് പറഞ്ഞു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. ഇത് ദൈവം മനുഷ്യനോട് ആശയവിനിമയം നടത്തുന്നതാണ്. അഥവാ ഇപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചെന്നാൽ അവൻ പണ്ട് പറഞ്ഞത് ആവർത്തിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്.
കാരണം ഈ തലമുറയോട് തനിക്ക് പറയുവാനുള്ളതെല്ലാം അവൻ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിലെ വർത്തമാനപത്രം വായിച്ചപ്പോൾ ദൈവം പുതുതായി അറിവൊന്നും സമ്പാദിച്ചില്ല എന്നോർക്കണം. നമുക്ക് ബൈബിൾ നൽകിയപ്പോൾ ദൈവത്തിന് അറിവില്ലാതിരുന്ന മറ്റെന്തെങ്കിലും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ പുതുതായി കണ്ടുപിടിച്ചില്ല. നാം ഇന്ന് പാർക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ ദൈവമാകുന്നു അവിടുന്ന്. താൻ മാറ്റമില്ലാത്തവനാകുന്നു. സർവജ്ഞാനിയായ അവൻ നമുക്ക് നൽകിത്തന്ന അമൂല്യ നിധിയാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ ദൈവീകവും മാനുഷികവുമാകുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ നടന്ന് ക്ഷീണിച്ച് ഒരു കിണറ്റിൻ്റെ കരയിൽ ഇരുന്ന നമ്മുടെ കർത്താവിനെ പോലെയാകുന്നു ഈ ബൈബിൾ. ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്തു ദൈവമായിരുന്നു, അപ്പോൾ തന്നെ അവൻ മനുഷ്യനായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 100% ദൈവവും 100% മനുഷ്യനും. 50% ദൈവവും 50% മനുഷ്യനുമല്ല. ദൈവവചനം 100% ദൈവികവും അതേസമയം 100% മാനുഷികവുമാകുന്നു. പലരും ഇത് കേൾക്കുമ്പോൾ പരിഹസിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതല്ലേ? കർത്താവ് ജനങ്ങളോട് സംസാരിച്ചു, അവരോട് ആശയവിനിമയം നടത്തി. ഈ പുസ്തകവും ആശയവിനിമയം നടത്തുന്നതാണ്. ഇത് ഇന്ന് മനുഷ്യവർഗത്തോട് സംസാരിക്കുന്നു. മനുഷ്യനായിരിക്കുന്ന വിധത്തിൽ അവന് വേണ്ടിയുള്ളതാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ ഒരു അത്ഭുതമാകുന്നു. ഞാൻ 1-2 ഉദാഹരണം പറയാം. ഒന്ന്, ഇത് രൂപപ്പെട്ടതിലെ അത്ഭുതം. ബൈബിളിൻ്റെ ആരംഭത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും അത് രൂപപ്പെട്ട വിധം കണ്ട് ആശ്ചര്യപ്പെടാറുണ്ട്. സാഹിത്യപരമായി ബൈബിൾ ഒരു അത്ഭുതമാകുന്നു. ഒരു പ്രത്യേക ക്രമത്തിൽ വേണം ഇതായിരിക്കേണ്ടതെന്നോ ആര് എന്തെഴുതണമെന്ന് എഴുത്തുകാർക്കോ പ്ലാനൊന്നും കൊടുത്തിരുന്നില്ല. ഈ പുസ്തകം പടിപടിയായി രൂപപ്പെട്ടു വന്നത് കാലത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. അല്പാൽപമായി, ഭാഗം ഭാഗമായി, നൂറ്റാണ്ടുകളിലൂടെ തമ്മിൽ ബന്ധമില്ലാത്ത കഷണങ്ങളായി വിവിധ തുറകളിലുള്ള മനുഷ്യർ ഒരിക്കൽ കൂട്ടിയോജിപ്പിക്കപ്പെടുമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ എഴുതി. ഒരു വ്യക്തി ഒരു ഭാഗം എഴുതി, അത് അറേബ്യയിൽ ഇരുന്നെഴുതി, മറ്റൊരാൾ സിറിയയിൽ ഇരുന്നെഴുതി, മൂന്നാമതൊരാൾ പലസ്തീനിൽ ഇരുന്നെഴുതി, വേറൊരാൾ ഗ്രീസിൽ ഇരുന്നെഴുതി, ഇനിയും ഒരാൾ ഇറ്റലിയിലും ഇരുന്നെഴുതി. ഒരാൾ എഴുതുന്നതിന് 100 കണക്കിന് വർഷം മുൻപോ പിൻപോ ഇരുന്ന് മറ്റൊരാൾ എഴുതി. ഏറ്റവും ഒടുവിൽ എഴുതിയ ആൾ ജനിക്കുന്നതിന് പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദ്യം എഴുതിയ ആൾ തൻ്റെ പുസ്തകങ്ങൾ എഴുതി തീർത്തു. ലോകത്തിൽ ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ള ഏതൊരു പുസ്തകത്തിൻ്റെയും രചന അതിൻ്റെ ഗ്രന്ഥകർത്താവ് കാലേക്കൂട്ടി പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തുന്നതാണ്. അതിന് സമയമെടുക്കും. അതെഴുതുന്ന ആളിൻ്റെ ജീവിതകാലത്ത് തന്നെ അത് പൂർത്തീകരിക്കുകയാണ് പതിവ്. എന്നാൽ ബൈബിൾ 1500 വർഷങ്ങൾ കൊണ്ട് പുരാതന ലോക ചരിത്രത്തിലെ 60 തലമുറകളിലൂടെ രചിക്കപ്പെട്ട ഒരു അത്ഭുത ഗ്രന്ഥമാകുന്നു. മോശ മരിക്കുന്ന സമയത്ത് 5 പുസ്തകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ദാവീദ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് കുറേ തോൽ ചുരുളുകൾ കൂടിച്ചേർത്തു. ഓരോന്നോരോന്നായി രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തങ്ങളുടെ ചെറിയ ചെറിയ സംഭാവനകൾ വളർന്നുകൊണ്ടിരുന്ന പുസ്തകങ്ങളുടെ എണ്ണത്തിലേക്ക് ചേർത്തു. അങ്ങനെ ബൈബിളിൻ്റെ പഴയ നിയമം മൊത്തം രൂപപ്പെട്ടു. ഈ പുസ്തകത്തിൻ്റെ ലേഖകൻ ദൈവം അല്ലാത്ത പക്ഷം ഇത് രൂപപ്പെട്ട വിധം ആർക്കും വിവരിക്കുവാൻ കഴിയില്ല സുഹൃത്തെ. ബൈബിൾ ഒരു അത്ഭുത പുസ്തകമെന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ഇതിൻ്റെ ഏകീകരണമാകുന്നു, യൂണിഫിക്കേഷൻ. ബൈബിളിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു പുസ്തകമായിട്ടാണ് പറയുന്നത്, അല്ലാതെ 40-ൽ പരം ലേഖകരാൽ 3 വ്യത്യസ്ത ഭാഷകളിൽ തികച്ചും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 66 വാല്യങ്ങളുടെ ഒരു ലൈബ്രറി ആയിട്ടല്ല. ഒരാൾ ചരിത്രം എഴുതി, മറ്റൊരാൾ ജീവചരിത്രം എഴുതി, പിന്നെ ദൈവശാസ്ത്രം എഴുതി, വംശാവലി എഴുതി, നരവംശാസ്ത്രം എഴുതി, യാത്രാവിവരണം എഴുതി. അങ്ങനെ ഓരോന്നും ഒരു മുത്തുമാലയിലെ മുത്തുമണികൾ പോലെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒരു മുത്തും പോകാൻ പാടില്ല. എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് ഭംഗിയായിരിക്കുന്നു. ബൈബിൾ ഒരു അത്ഭുതമാകുന്നു എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം അതിൻ്റെ പ്രായത്തിൻ്റെ അത്ഭുതമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നും ഈ പുസ്തകം പ്രചാരത്തിലുണ്ട് എന്നത് ഒരു അത്ഭുതം തന്നെയാണ്, ഇല്ലേ? ഏതൊരു സാഹിത്യ രചനയുടെയും പ്രയോജനക്ഷമത അളക്കുന്ന ഒരു ഘടകമാകുന്നു സമയമെന്നുള്ളത്.
ഒരു കാലത്ത് ഏറ്റവും ഏറെ പ്രചാരത്തിലിരുന്ന പല പുസ്തകങ്ങളും ഇന്ന് ജനം മറന്നു കഴിഞ്ഞു. അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു, അതിനോടുള്ള മനുഷ്യൻ്റെ ഇഷ്ടം പോയി. എന്നാൽ ബൈബിളിൻ്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതേ ഉള്ളൂ, കുറഞ്ഞു പോകുന്നില്ല. എല്ലാ പ്രകാരത്തിലുമുള്ള, എല്ലാ പ്രായത്തിലുമുള്ള, എല്ലാ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാകുന്നു വിശുദ്ധ ബൈബിൾ. ഇനി ഭാഷയുടെ അത്ഭുതമുണ്ട്, ഭാഷയുടെ അത്ഭുതം. ആ കാലത്തെ വിജ്ഞാനപീഠങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഗ്രീസിലെ ഏതൻസിലോ ഈജിപ്തിലെ അലക്സാന്ദ്രിയയിലോ അല്ല ബൈബിൾ എഴുതപ്പെട്ടത്. പുരാതന വിജ്ഞാനത്തിൽ നിന്നും അറിവ് സമ്പാദിച്ചവരാലും എഴുതപ്പെട്ടതല്ല ബൈബിൾ. അവർ മിക്കവരും സാധാരണക്കാരായിരുന്നു ഇതെഴുതിയവർ. കൃഷിക്കാർ, ആട്ടിടയന്മാർ, മുക്കുവന്മാർ, സാഹിത്യപരമായി യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്ന അവരുടെ ഭാഷ ലോകത്തിലെ സാഹിത്യസമ്പന്നമായ പല രാജ്യങ്ങളുടെയും ഭാഷയായി മാറി. മൊത്തം മനുഷ്യവർഗത്തിൻ്റെ പുസ്തകമായി ഇത് മാറി. ഇനിയും അഞ്ചാമത് സൂക്ഷിപ്പിൻ്റെ അത്ഭുതം. ഈ പുസ്തകം സൂക്ഷിച്ചത്. ഇത്രയധികം എതിർപ്പിനെ നേരിട്ടൊരു പുസ്തകം ഇന്നോളം ഭൂമുഖത്തുണ്ടായിട്ടില്ല. ഇതിനെ കത്തിച്ച് കുഴിച്ചു മൂടുവാൻ നൂറ്റാണ്ടുകളായി പലരും പരിശ്രമിക്കുന്നു. ഇതിനെ വേരോടെ പിഴുതു കളവാൻ കുരിശുദ്ധം ചെയ്യുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, AD 303 റോമൻ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ ബൈബിളിന് നേരെ അതിഭീകരമായൊരു ആക്രമണം അഴിച്ചുവിട്ടു. അന്ന് ലഭ്യമായിരുന്ന ബൈബിൾ കോപ്പികൾ എല്ലാം അയാൾ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച ബൈബിളിൻ്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് അതിന്മേലൊരു സ്തൂപം നാട്ടി ഇപ്രകാരം എഴുതി: ക്രിസ്ത്യാനികളുടെ പേരിന് ഇവിടെ വംശനാശം വന്നിരിക്കുന്നു എന്ന്. കേൾക്കണോ? 22 വർഷങ്ങൾക്ക് ശേഷം റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ അവരുടെ ഒന്നാമത്തെ ജനറൽ കൗൺസിൽ കൂടിയപ്പോൾ നടുവിൽ ഒരു ബൈബിൾ ഉയർത്തി ഇപ്രകാരം എഴുതി: സത്യത്തിൻ്റെ അപ്രമാദിത്വമുള്ള ന്യായാധിപൻ എന്ന്. നൂറ്റാണ്ടുകളിലൂടെ നേരിടേണ്ടി വന്ന ആക്രമണങ്ങളെ അതിജീവിച്ച് ബൈബിൾ ഇന്നും വ്യക്തികളെയും സമൂഹങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നു എന്നത് അത്ഭുതമല്ലേ? ബൈബിളിൻ്റെ അക്ഷയത്വത്തെക്കുറിച്ചും ആധികാരികതയെക്കുറിച്ചും അതുല്യതയെക്കുറിച്ചും വിവരിച്ചെന്നാൽ ഈ പുസ്തകം എത്ര വലിയ അത്ഭുതമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിൾ ആശ്ചര്യകരമായൊരു പുസ്തകമാകുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് സാധ്യമായ ഏറ്റവും നല്ല അറിവ് നൽകുന്നത് ബൈബിൾ മാത്രമാകുന്നു. നാം ഇന്ന് കാണപ്പെടുന്നത് പോലെ ഓരോന്നും ആയിരിക്കുന്നതിൻ്റെ ശരിയായ വിവരണം നൽകുന്നത് ബൈബിൾ മാത്രമാകുന്നു. സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. അത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലതും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉണ്ടായി എന്ന്. ആരോ ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുവാൻ എനിക്കും എന്നെപ്പോലെയുള്ളവർക്കും എളുപ്പമാണ്. അതാരാകുന്നു എന്ന് ബൈബിൾ എനിക്ക് പറഞ്ഞു തരുന്നു. അത് ദൈവമാകുന്നു. ഭൂവിജ്ഞാനപരമായി നാം ഇന്ന് കാണുന്നത് പോലെ എല്ലാം ആയിത്തീർന്നത് എങ്ങനെയെന്നും ബൈബിൾ വിവരിക്കുന്നു. 6 ദിവസം കൊണ്ട് ദൈവം സകലത്തെയും എങ്ങനെ സൃഷ്ടിച്ചു എന്നും ഒരു മഹാപ്രളയത്തിലൂടെ ഭൂമി മൊത്തം ഇന്നത്തെ സ്ഥിതിയിൽ ആയത് എങ്ങനെയെന്നും ബൈബിൾ വ്യക്തമായി വിവരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിൾ ഒരു അത്ഭുത ഗ്രന്ഥമാകുന്നു എന്നത്രേ. ശാസ്ത്രീയമായി നോക്കുമ്പോൾ മാത്രമല്ല, ചരിത്രപരമായും ബൈബിൾ ഒരു അത്ഭുത പുസ്തകമായിരിക്കുമ്പോൾ ധാർമ്മികമായും ബൈബിൾ അത്ഭുതമാകുന്നു. ചിലർ എന്നോട് പറയാറുണ്ട് അവർ ബൈബിൾ വിശ്വസിക്കുന്നില്ല എന്ന്. നിങ്ങൾ ബൈബിൾ സൂക്ഷ്മമായി പഠിച്ചിട്ടില്ലാത്ത പക്ഷം അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് ബുദ്ധിപരമായി സത്യസന്ധതയില്ലായ്മയും ധിക്കാരപരവുമായ പ്രസ്താവനയല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ലാത്തൊരു പുസ്തകം അവഗണിക്കുന്നത് പോലെയാകുന്നു ബൈബിൾ സൂക്ഷ്മമായി പഠിക്കാതെ അതിനെ നിരസിക്കുന്നത്. നല്ല പങ്കാളുകൾക്കും ബൈബിളിൽ അല്പജ്ഞാനം മാത്രമാകുന്നുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. അതുകൊണ്ട് ബൈബിൾ മൊത്തം തെറ്റാകുന്നു എന്ന നിഗമനത്തിൽ നാം എത്തരുത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നാം നമ്മോട് വിശ്വസ്തരാകുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള ഒന്നത്രേ. ഇത് ശാസ്ത്രീയമായി കൃത്യമാണെന്ന് മാത്രമല്ല, ചരിത്രപരമായ ഭാവിയെക്കുറിച്ച്
പറയുവാൻ അത്ഭുതകരമായ കഴിവും ഉള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെയും എൻ്റെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതിന് കാരണം ഇത് ജീവനുള്ളൊരു പുസ്തകമായതിനാലാണ്. ബൈബിൾ തന്നെ അവകാശപ്പെടുന്നത് അത് ജീവനും ചൈതന്യവും ഉള്ളതാകുന്നു എന്നത്രേ, അല്ലേ? അത് അതിശക്തമായൊരു പ്രസ്താവന തന്നെയാണ്. ജീവനുള്ള മറ്റൊരു പുസ്തകവും ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുവാൻ ശക്തമായ ചില പുസ്തകങ്ങൾ ചരിത്രത്തിലുണ്ടായി. എന്നാൽ നമ്മുടെ പ്രകൃതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ ഒരേ ഒരു പുസ്തകം ബൈബിൾ മാത്രമാകുന്നു സുഹൃത്തെ. ഒരു ഭക്തൻ പറഞ്ഞത് ഇപ്രകാരമാണ്: രണ്ട് നിത്യതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ബൈബിൾ. ഈ ഇടനാഴിയിലൂടെ ദൈവത്തിൻ്റെ ക്രിസ്തു നടക്കുന്നു. അവൻ്റെ അദൃശ്യമായ കാലടികൾ പഴയ നിയമത്തിലൂടെ പ്രതിധ്വനിക്കുന്നു. എന്നാൽ നാം അവനെ മുഖാമുഖമായി കാണുന്നത് പുതിയ നിയമമാകുന്ന സിംഹാസന മുറിയിലാണ്. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ മാത്രമാണ് ഞാൻ എൻ്റെ പാപങ്ങൾക്ക് ക്ഷമ കണ്ടെത്തിയത്. നിത്യജീവനെ കണ്ടത്. ക്രിസ്തു എന്ന പദത്തിൽ പഴയ നിയമം സംക്ഷേപിച്ചിരിക്കുന്നു. അതേസമയം യേശു എന്ന പദത്തിൽ പുതിയ നിയമം സംക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ മുഴുവൻ ബൈബിളിൻ്റെ ചുരുക്കം യേശുവാകുന്ന ക്രിസ്തു അത്രേ. ബൈബിളിൻ്റെ മുൻപിലും പിൻപിലും മുകളിലും കീഴിലും അപ്പുറവും ഇപ്പുറവും ബൈബിളിലെ ദൈവത്തെ മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യനുള്ള ദൈവഹിതത്തിൻ്റെ എഴുതപ്പെട്ട വെളിപ്പാടാണ് വിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ ചിന്താവിഷയം യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയാകുന്നു. മറ്റെല്ലാ പുസ്തകങ്ങളും ഒരു കാലത്തേക്ക് ഒരു പ്രായക്കാർക്ക് മാത്രമാണ് പ്രയോജനപ്പെടാറുള്ളത്. എന്നാൽ ഏത് പ്രായക്കാർക്കും ഏത് കാലത്തേക്കും ഏത് രാജ്യത്തും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. മിക്ക പുസ്തകങ്ങളും ഒരു പശ്ചാത്തലത്തിൽ മാത്രം അംഗീകരിക്കപ്പെടുന്നതാണ്. ഏത് ഭാഷയിൽ എഴുതിയോ ആ ഭാഷക്കാർക്കും അതേ സംസ്കാരമുള്ളവർക്കും ഉള്ളതാണ് ആ പുസ്തകങ്ങൾ. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. ഇപ്പോൾ സജീവമല്ലാത്ത ഭാഷകളിലാണ് ഈ ബൈബിൾ ആദ്യം എഴുതിയതെന്ന് ആർക്കും ഒരിക്കൽ പോലും തോന്നുകയില്ല. എനിക്ക് വേണ്ടി എൻ്റെ ഭാഷയിൽ, എൻ്റെ ഹൃദയഭാഷയിൽ പ്രത്യേകം എഴുതിയതായി മാത്രമേ ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും ബൈബിളിനെക്കുറിച്ച് തോന്നുകയുള്ളൂ. അത്ര മഹത്വപൂർണവും ഉന്നതവുമായ ആലോചനയാണ് ദൈവം നമ്മുടെ കയ്യിൽ ഈ ബൈബിളിലൂടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. നാം ഇതിന് എത്രമാത്രം വില കൽപ്പിക്കാറുണ്ട്. ബൈബിൾ പഠിക്കുവാൻ നാം ആരംഭിക്കുന്ന ഈ സമയത്ത് ബൈബിളിന് നാം കൊടുക്കേണ്ടതായ പ്രാധാന്യം നാം വ്യക്തിപരമായി കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു കൂട്ടർ പറയുന്നു ബൈബിൾ ദൈവത്തിൽ നിന്നും വന്നതാകുന്നു എന്ന്. അത് എങ്ങനെ അറിയാം? എല്ലാവരും പറയുന്നത് തങ്ങളുടെ മതഗ്രന്ഥം ദൈവത്തിൽ നിന്നും വന്നതാണെന്നത്രേ. ഏതായാലും എല്ലാം ഒരേ സമയത്ത് സത്യമാകുവാൻ വഴിയില്ലുണ്ടോ? വിശുദ്ധ ബൈബിൾ ദൈവത്തിൽ നിന്നും ലഭിച്ചതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അനേകരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ തിരുവചനമാകുന്നു. അത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ഇന്ന് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. ഇത് വായിക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ചും ചിന്തിക്കുന്നത്. നാം ഇതുവരെയും അത് ചെയ്യുവാൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടതാകുന്നു. ഈ അതിവിശുദ്ധ ഗ്രന്ഥം പഠിക്കുവാനുള്ള ഒരു അസുലഭ അവസരമാണ് ഈ ജീവസന്ദേശം പരിപാടിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ബൈബിൾ ദൈവത്തിൽ നിന്നുമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില വസ്തുതകൾ നമുക്ക് തുടർന്നൊന്ന് ചിന്തിക്കാം. അതിൽ ഒന്ന് രണ്ടെണ്ണം ഇന്ന് ഞാൻ പറയാം. ഒന്നാമത്, ഈ പുസ്തകത്തിൻ്റെ സൂക്ഷിപ്പ് അല്ലെങ്കിൽ ആശ്ചര്യകരമായ സംരക്ഷണം ഞാൻ സൂചിപ്പിച്ചതായിരുന്നു നേരത്തെ. എന്നാൽ വസ്തുനിഷ്ഠമായ ഒരു തെളിവ് അഥവാ ബാഹ്യമായ ഒരു തെളിവ് എന്തെന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ ഇതുവരെയുള്ള അത്ഭുതകരമായ സൂക്ഷിപ്പാകുന്നു. യിരെമ്യാ പ്രവചനത്തിൽ നാം ഒരു പഴയ രാജാവിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവവചനം അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നപ്പോൾ അവൻ ഒരു കത്തി കൊണ്ട് പല കഷ്ണങ്ങളായി അത് മുറിച്ചു. എന്നാൽ അത് വീണ്ടും എഴുതി. ആ വചനം നമുക്കിന്നുമുണ്ട്. എത്ര വലിയ അത്ഭുതമില്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ പരിശോധിച്ചാൽ ബൈബിൾ അനേകം പ്രാവശ്യം കത്തിച്ച് കളഞ്ഞതായി കാണുന്നുണ്ട്. ഈ മഹത് ഗ്രന്ഥം ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ബൈബിളിന് നേരെ വലിയ വിരോധം കാണുവാൻ നമുക്ക് കഴിയും. ഇന്ന് പലരും അക്ഷരത്തിൽ
ഇത് കത്തിച്ച് കളയാത്തതിന് കാരണം അതിനെ മറ്റുള്ളവർ കാടത്തരമെന്ന് വിശേഷിപ്പിക്കും എന്ന ഭയത്താൽ മാത്രമാണ്. എന്നാൽ ഇന്ന് ഇത് കത്തിച്ചും മറ്റ് പ്രകാരത്തിലും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഇത്തരം ശ്രമങ്ങൾ എന്നും വിഫലമായിട്ടേ ഉള്ളൂ. ബൈബിളിൻ്റെ മേൽ ഇത്രയേറെ ആക്രമണം ഉണ്ടായിട്ടും ഇന്നും ഈ പുസ്തകം നിലനിൽക്കുന്നു. മാത്രമോ, ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകവും ബൈബിൾ തന്നെയാണ്. ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർ നശിച്ചിട്ടുള്ളതല്ലാതെ ദൈവവചനം നശിച്ചിട്ടില്ല. ദൈവവചനമാകുന്ന ബൈബിളിൻ്റെ ആശ്ചര്യകരമായ സംരക്ഷണം ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ബൈബിൾ ദൈവത്തിങ്കൽ നിന്നും ആകുന്നു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പുരാവസ്തു ശാസ്ത്രമാകുന്നു. ആർക്കിയോളജിക്കൽ എവിഡൻസ്. ബൈബിൾ ദൈവവചനമാകുന്നു എന്ന് പുരാവസ്തു ശാസ്ത്രം തെളിയിച്ചു തരുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് തെളിയിക്കുന്ന അനേകം കാര്യങ്ങൾ പുരാവസ്തു ഗവേഷകരുടെ മൺവെട്ടിയിൽ കിളച്ചു മറിച്ച് തന്നിട്ടുണ്ട്. ഉദാഹരണമായി, പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതാണെന്ന വസ്തുതയെ അനേക വർഷങ്ങളായി വിമർശകർ തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ പ്രധാന വാദം മോശയുടെ സമയത്ത് എഴുതുമായിരുന്നില്ലായിരുന്നു എന്നത്രേ. എന്നാൽ ഈ കാലങ്ങളിൽ ആ വാദം ആരും മുന്നോട്ട് വയ്ക്കുന്നതായി കേൾക്കുന്നില്ല. കാരണം പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം തന്നെയാണത്. അതറിയാത്തവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗണ്യമാക്കേണ്ടതില്ല. വർഷങ്ങളായി പുരാവസ്തു ഗവേഷകരുടെ ആയുധങ്ങൾ ബൈബിളിൻ്റെ വിശ്വാസ്യതയെ തെളിയിക്കുന്ന വിധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എരിഹോ മതിൽ വീണ സംഭവം അതിൽ ഒന്നു മാത്രമാകും. വാസ്തവത്തിൽ ദൈവവചനം കൂടുതൽ തെളിവുകൾ നൽകുകയാണ് ചെയ്തത്. പുരാവസ്തു ശാസ്ത്രം ബൈബിളിൻ്റെ കൃത്യതയെ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കണ്ടെടുത്തിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളും കൃത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 1946, 1956 കാലയളവിൽ ചാവുകടൽ പ്രദേശത്ത് കാണപ്പെട്ട ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ ചുരുളുകൾ ബൈബിളിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതാണ്. ഈ പറഞ്ഞ ചുരുളുകൾ കണ്ടെത്തിയ സമയം ആദ്യം ഈ ലിബറൽ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നല്ലോ, അവർ തുള്ളിച്ചാടുകയായിരുന്നു. അവർ ചിന്തിച്ചു, അതുവരെ ഉണ്ടായിരുന്ന ബൈബിൾ വിശ്വാസയോഗ്യമല്ല എന്ന് സ്ഥാപിക്കുവാൻ സഹായകമായ തെളിവുകൾ ഈ കണ്ടെത്തിയ ചുരുളുകളിൽ ഉണ്ടാകുമെന്ന്. എന്നാൽ ചാവുകടൽ ചുരുളുകൾ ബൈബിൾ വിശ്വാസ്യമെന്ന് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് ഈ ലിബറൽ തിയോളജിയന്മാർ അതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നത് നാം കാണാറില്ല. ദൈവവചനമാകുന്ന ബൈബിൾ മുഴുവൻ സത്യമാകുന്നു. അതിലെ ഓരോ പദവും വാക്യവും അധ്യായവും പുസ്തകവും സത്യദൈവത്തിൽ നിന്നും വന്നതാണ്. ദൈവത്തെയും അവിടുത്തെ ഹിതത്തെയും സംശയാതീതമായി അറിയുവാൻ ദൈവം തന്നെ നൽകിയതാണ് വിശുദ്ധ ബൈബിൾ. ദൈവം നമുക്കൊരു പുസ്തകം തന്നു, അതിലൂടെ അവൻ സംസാരിച്ചിരിക്കുന്നു. നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാകയാൽ അവന് പറയുവാനുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന വിധം കൃത്യമായും വ്യക്തമായും ദൈവം ബൈബിളിൽ സംസാരിച്ചിരിക്കുന്നു. ദൈവം സംസാരിച്ചതാണ്, അല്ലാതെ അസ്പഷ്ടമായി പുലമ്പിയതല്ല. അവിടുന്ന് വ്യക്തമായി, കൃത്യമായി, നിസ്സംശയമായി അവനെയും നമ്മെയും കുറിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപ്പാടായ വിശുദ്ധ ബൈബിളിൽ ദൈവം വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ അവിടുന്ന് സംസാരിച്ചത് സത്യമാകുന്നു, സത്യം മാത്രമാകുന്നു. ഇത് സത്യമാകുന്നു, ഇതിൽ സത്യമല്ലാത്തതൊന്നുമില്ല. മനുഷ്യരായ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിച്ച സത്യം മുഴുവൻ ഇതിലുണ്ട്. ഇനിയും എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അത് നിത്യതയിൽ മാത്രം വെളിപ്പെടുത്തുവാൻ വെച്ചിരിക്കുകയാണ്. സത്യദൈവത്തിൻ്റെ സത്യവചനം ബൈബിൾ മാത്രമാകുന്നു. തലമുറകളിലൂടെ മനുഷ്യചരിത്രത്തിൽ ദൈവം പറഞ്ഞത് അവിടുന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് നൽകി തന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലേഖകനായിരുന്ന് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ദൈവിക അധികാരവും ദൈവത്തിൽ മാത്രമാകുന്നു. ഈ ഒരു പുസ്തകത്തോട് സകല മനുഷ്യരും അനുസരണയോടെ പ്രതികരിക്കണം എന്ന് പറയുന്നതിൻ്റെ സാരം അതത്രേ. സകല മനുഷ്യൻ്റെയും നിത്യത എവിടെയെന്ന് തീരുമാനിക്കുന്നത് ഈ പുസ്തകത്തിൽ ദൈവം ആവശ്യപ്പെടുന്നതിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനായി മറ്റൊന്നുമില്ല. ബൈബിളിനോടുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം അവന് സ്വർഗമോ നരകമോ നേടിക്കൊടുക്കുന്നു. അതെ പ്രിയ സുഹൃത്തേ, താങ്കളുടെ ജീവിതത്തിൽ ഈ അമൂല്യ ഗ്രന്ഥം മൂല്യമുള്ളതായിട്ടുണ്ടോ? ചിന്തിച്ചാട്ടെ. ഈ
അതിമഹത്തായ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ദൈവകൃപ തന്നത് മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ. ദൈവകൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെയും ആകാശവിധാനം അവിടുത്തെ കൈവേലയും പ്രസിദ്ധമാക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. വാക്കും ഭാഷണവും കൂടാതെ തങ്ങളുടെ സൃഷ്ടാവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന സൃഷ്ടിയെപ്പോലെ തന്നെ ബൈബിളും ദൈവമെന്ന അദൃശ്യനായ ഗ്രന്ഥകാരനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ബൈബിളിനെ പരിചയപ്പെടുത്തുന്ന ഈ ക്ലാസ്സുകൾ തീർച്ചയായും അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.